നമസ്കാരം സനുജി. ഇലക്ഷൻ കഴിഞ്ഞു, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി ഒരു 3 വർഷം കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പുള്ളൂ. അതുകൊണ്ട് CPM-ന് ആശ്വാസം, ഹിന്ദുക്കളുടെ മേൽ ഇനിയും കുതിര കയറാം. അതായത് ശബരിമല വിഷയത്തിൽ വീണ്ടും തിരിഞ്ഞു കടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം. എന്തായാലും ഇലക്ഷൻ എന്നേക്കുമായി അവസാനിക്കുകയല്ല, 3 വർഷം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് തന്നെയുണ്ട്. പക്ഷേ അരണബുദ്ധികളായിട്ടുള്ള മനുഷ്യർ അത് മറന്നു പോകാതിരുന്നാൽ മാത്രം മതി. എന്തു പറയുന്നു സനുജി? തീർച്ചയായിട്ടും ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്താണ് ഗവൺമെൻറ് തനി സ്വഭാവം പുറത്തെടുക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ ശബരിമല വാദത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ അത് വാദം നടക്കുമ്പോൾ NSSനെ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് കൂടെ നിർത്തിയവരാണ് ദേവസ്വം ബോർഡ്, ഇല്ലേ? LDF ഭരണപക്ഷം അയ്യപ്പ സംഗമത്തിനൊക്കെ വലിയ പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്ത സമയത്ത് വീണ്ടും സുകുമാരൻ നായർ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു LDF-നുള്ള പിന്തുണയുടെ കാര്യമൊക്കെ. ഇപ്പോൾ ഇതാ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും NSSനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. അതായത് ജാതി അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളിൽ ഒരു വിഭാഗത്തിൻ്റെ മാത്രം അഭിപ്രായം പറയാനുള്ള സ്ഥലമായി ശബരിമല മാറരുത് എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഇന്ന് NSSനെതിരെ ദേവസ്വം ബോർഡ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും ഇന്നിപ്പോൾ ശ്രദ്ധേയമായി കാര്യം കോടതിയുടെ ഒരു നിരീക്ഷണം തന്നെയാണ്. ലക്ഷങ്ങൾ വിശ്വസിക്കുന്ന ആചാരം തെറ്റാണെന്ന് പറയുക കോടതിക്ക് ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഇത് വലിയൊരു മാറ്റമാണ്. കാര്യം കോടാനുകോടി വിശ്വാസങ്ങൾ അത് അത്ര പെട്ടെന്ന് പൊളിച്ചെഴുതേണ്ട കാര്യമില്ല. നവോത്ഥാനത്തിൻ്റെ പേരിൽ പൊളിച്ചെഴുതാനുള്ളതല്ല, നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ആചാരം എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ ഒരു വാർത്തയാണ് ഇത്. മാത്രമല്ല ഈ വാദം അധികം തുടർന്ന് പോവില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഇനിയിപ്പോൾ കോടതിക്ക് മുന്നിൽ കൃത്യമായ ബോധ്യം വന്നിരിക്കുന്നു. പരാതിക്കാർ വിശ്വാസികളല്ല, വിശ്വാസികളായിട്ടുള്ള ആരും ശബരിമല കയറണം എന്നുള്ള ഒരു അജണ്ടയുമായി നിൽക്കുന്നില്ല. പരാതിക്കാർ അവിശ്വാസികളാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അവിടുത്തെ ചിട്ടവട്ടങ്ങളെക്കുറിച്ച് ആചാരനിഷ്ഠകളെക്കുറിച്ച് അധികം ജ്ഞാനമില്ലാത്തവരാണെന്ന തരത്തിൽ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതി വളരെ നിർണായകമായ നീക്കം നടത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ വാർത്താ പ്രാധാന്യം നേടുന്നത് ഈ NSSനെതിരെ ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിരിക്കുന്ന നിലപാട് തന്നെയാണ്. കാര്യം സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന അയ്യപ്പ സംഗമത്തിന്, പമ്പാതീരത്തിൽ നടന്ന അയ്യപ്പ സംഗമത്തിന് NSS വലിയ പിന്തുണയാണ് അറിയിച്ചിരുന്നത്. മാത്രമല്ല NSSൻ്റെ പ്രതിനിധിയായി സംഗീത് കുമാർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ SNDP-യിൽ നിന്ന് വരുന്നു, NSS-ൽ നിന്നും സംഗീത് കുമാറാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത്. SNDP-യുടെ വെള്ളാപ്പള്ളി നടേശനും സംഗീത് കുമാറും കൂടെ ചേർന്നാണ് വിളക്ക് കൊളുത്തിയതൊക്കെ അന്ന് ഉദ്ഘാടനത്തിന്. എന്തായാലും ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പാലം കടന്നല്ലോ, ഇനി കൂരായണ എന്നുള്ള രീതിയിൽ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഗവൺമെൻറ് തനി സ്വഭാവം പുറത്തെടുത്തിരിക്കുന്നു. ദേവസ്വം ബോർഡിലൂടെ NSSനോടുള്ള നീരസം അറിയിച്ചിരിക്കുന്നു. അത് കോടതിയിൽ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തിന് ആരാധന സ്വാതന്ത്ര്യത്തിൽ മറ്റുള്ളവർ കൈയടത്തണ്ട എന്നുള്ള രീതിക്കാണ് NSS പറഞ്ഞത്. അതിനെയാണ് ഇപ്പോൾ വലിയ തോതിൽ വിമർശിച്ചിരിക്കുന്നത്. എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് മറ്റൊരു സംശയം കൂടിയുണ്ട് സനോജി. അതായത് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു സൗഹൃദം എന്ന് പറയുന്നത് പ്രധാനമായും SDPI പോലുള്ള സംഘടനകളോടാണ്. അപ്പോൾ ഇത്തരത്തിൽ SDPI പോലുള്ള സംഘടനകളോട് സൗഹൃദം പുലർത്തുന്ന ഇവർക്ക്, SDPIക്കും പ്രധാന മറ്റൊരു ലക്ഷ്യമുണ്ട്. അതായത് ഹിന്ദു ആരാധനാ സംവിധാനങ്ങളെ പൊളിച്ചടുക്കി കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം ഇതിൽ കുറയ്ക്കുന്നതിലൂടെ അവരിലുള്ള മനുഷ്യരെ തങ്ങളിലേക്ക് അടുപ്പിക്കുക. അങ്ങനെ ഒരു മതപരിവർത്തനത്തിൻ്റെ ഒരു ലക്ഷ്യം അവർക്കുണ്ട്. സക്കീർ നായിക്കിൻ്റെയൊക്കെ പ്രസംഗങ്ങളാണ് പലപ്പോഴും മതപരിവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആൾക്കാരെ പ്രേരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവരിട്ട് കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് അവർക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോൾ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അവരുടെ ബുദ്ധിയായി SDPI മാറുന്നുണ്ട്. അതല്ലെങ്കിൽ SDPI പോലുള്ള ഭീകരവാദ സംഘടനകൾ മാറുകയും ഹിന്ദുവിൻ്റെ ആചാര പദ്ധതികൾ ഇനി തകിടം മറിച്ചാലും കുഴപ്പമില്ല, 3 വർഷം കഴിഞ്ഞിട്ടല്ലേ ഇലക്ഷൻ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇവരേതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയെ നമുക്ക് അത്ര കണ്ടങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ചരടുവലിക്കൊപ്പം നീങ്ങിയാൽ തീർച്ചയായിട്ടും അത് ഹിന്ദുവിൻ്റെ ആരാധനാ സംവിധാനങ്ങളെ തകർക്കുകയും ഹിന്ദുവിനെ തകർക്കുകയും ഒരു സമയം രാജ്യത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് നിലകൊണ്ടിരുന്ന പ്രസ്ഥാനം, അതായത് രാജ്യത്തെ ശിഥിലീകരിക്കുവാൻ, രാജ്യത്തെ 16 ഖണ്ഡങ്ങളായി മുറിക്കുവാൻ വേണ്ടി 1946 അധികാരി തിസീസ് പാസ്സാക്കിയ പ്രസ്ഥാനമാണിത്. 1948 കൽക്കത്ത തിസീസ് ഇന്ത്യ അർദ്ധസാമ്രാജ്യത്വ രാജ്യമാണെന്നും ഈ രാജ്യത്തിനെതിരെ ആയുധമെടുത്ത് പോരാടണമെന്നും പറഞ്ഞുകൊണ്ട് കൽക്കത്ത തിസീസ് പാസ്സാക്കിയതാണ്. ഇന്ത്യയെ എങ്ങനെ അട്ടിമറിക്കാമെന്ന് റിസർച്ച് ചെയ്യുന്ന പല ആൾക്കാർക്കും മാറി അവരുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുത്തിരുന്ന പാർട്ടിയാണത്. ഇവർ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ഒരു ഐഡിയയുമില്ല. ഇതിന് വലിയ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. പല കാലത്ത് പല രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം. ഇപ്പോഴും ഈ കട്ടിംഗ് സൗത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുകയാണ്, ഇല്ലേ?
അതിൻ്റെ കൂടെയാണ് ഇതൊക്കെ ചേർത്ത് വായിക്കേണ്ടത്. ഇപ്പോൾ SDPIയുടെ കാര്യം പറഞ്ഞു. SDPI ഇത്തരം ഒളിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ നടക്കുമെങ്കിൽ മറുഭാഗത്ത് ലീഗ് എന്താ ചെയ്യുന്നത്? സമദാനിയെ പോലുള്ളവർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിധി സമ്പത്തിനെ തന്നെ നോട്ടമിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇത് പൊതുഖജനാവിലേക്ക് മാറ്റേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പൊതുവേ പറയാറുണ്ട് ഇവിടെ അരക്ഷിതരാരാണ്, പ്രീണനവർഗം, അവരാണ് അരക്ഷിതാവസ്ഥ. ഒന്നുമല്ല, ഹിന്ദുക്കളാണ് ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ തന്നെയാണ് ഈ കാണുന്നതെല്ലാം. ഈ ദേവസ്വം ബോർഡ് പോലും നിലനിൽക്കുന്നത് ദേവൻ്റെ സ്വത്തുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതാണല്ലോ ദേവസ്വം. ആ ദേവസ്വം ബോർഡ് പോലും പ്രവർത്തിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. എല്ലായിടത്തും മതേതരത്വവും ഈ സോഷ്യലിസവും പറഞ്ഞ് സകലതും ഇവിടെ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോകുമ്പോഴും ഒക്കെ ഇത് തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ ഒരു കണക്കെടുക്കട്ടെ. 12-13 വർഷമായല്ലോ കൃത്യമായ ഓഡിറ്റിംഗ് നടന്നിട്ട്. ഒരു ഓഡിറ്റിംഗ് എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കട്ടെ. എല്ലാ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലും കൃത്യമായൊരു ഓഡിറ്റിംഗ് നടത്താൻ, അതും ഒരു അന്വേഷണ വിധേയമായിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് തന്നെ നടത്താൻ ഇവർ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഇവർക്കാർക്കും മിണ്ടാട്ടം ഉണ്ടാവില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ അഭിപ്രായം പറയുന്നവരെ തിരിഞ്ഞു. പക്ഷേ NSSന് ഈ ഒരു അടി ആവശ്യമാണ് എന്നുള്ളതാണ് ഒരു പക്ഷക്കാരനാണ് ഞാൻ. കാര്യം കോടാനുകോടി ഇപ്പം 2018 യുവതീ പ്രവേശന വിധി ആ ഒരു സമയത്ത് NSS വിശ്വാസികൾക്കൊപ്പം നിന്നു. പക്ഷേ ഈ അയ്യപ്പ സംഗമം ഉൾപ്പെടെ ഉള്ളവ നടത്തുന്നതിൽ ഗവൺമെൻറ്റിന് ഒരു ശുദ്ധലാക്കാണ്. അതിലൊരു കള്ളത്തനം കാണേണ്ടതില്ല. ഗവൺമെൻറ് സ്വയം മാറുകയാണ്, ഇടതുപക്ഷം വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് വരികയാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ പ്രൊമോട്ട് ചെയ്തത് NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തന്നെയാണ്, അല്ലേ? അതിനു മുമ്പ് അതിന് ശേഷവും ഈ ഇലക്ഷനോട് തൊട്ടടുത്ത സമയത്തും പറഞ്ഞു ഇല്ല, ഇവരുടെ NSS സർക്കാർ കൈക്കൊള്ളുന്ന നിലപാടിനൊപ്പം തന്നെ അണിചേരും എന്നുള്ള രീതിയിലൊക്കെ NSS പ്രസ്താവന ഇറക്കിയിരുന്നു. ഇപ്പോൾ എന്നിട്ട് അതേ NSSന് തന്നെ തിരിഞ്ഞുകൊത്തൽ ഉണ്ടായി എന്നുള്ളതാണ്, അതും കോടതിയിൽ. അപ്പോൾ ശരിക്കും ഈ അവസരവാദികളാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഉറപ്പാണ് LDF കൊടുക്കാൻ പോകുന്ന സത്യവാങ്മൂലം എന്തായിരിക്കും? വിശ്വാസത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സത്യവാങ്മൂലമായിരിക്കില്ല. ഇനിയൊരു അവസരമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടെങ്കിൽ പോലും അവരങ്ങനെ കൊടുക്കില്ല. തീർച്ചയായിട്ടും ഇത് NSSനെയൊക്കെ നേരത്തെ സൂചിപ്പിച്ച സ്ഥിതിക്ക് പറയുകയാണ്. NSSനെ സംബന്ധിച്ചിടത്തോളം NSSൻ്റെ അടുത്ത് നേരത്തെ ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ മാധ്യമങ്ങളുടെ കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ മുട്ടിലിഴയും എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു NSSന്. NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയ സുകുമാരൻ നായരുടെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പിണറായിയുടെ അടുത്തുണ്ട്. അത് വച്ചിട്ടാണ് ഈ സുകുമാരൻ നായരെ പൂട്ടിയത്. അതേ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ചില രീതിയിൽ ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സിലൂടെ പലരെയും പിണറായി പൂട്ടിയിട്ടുണ്ട്. നമുക്ക് മുൻ അനുഭവങ്ങളുണ്ട്. പല ജാതി സംഘടനകളുടെ ആൾക്കാരെയും പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് പൂട്ടിയതാണ്. അല്ലാതെ ഇവർക്ക് സാമൂഹികമായിട്ട് ഒരു തരത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ല എന്ന് NSS തെളിയിച്ചതാണ്. ആ ജാതിയോടോ അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തിനോടോ. NSS എന്ന് പറഞ്ഞൊരു മഹാപ്രസ്ഥാനം ഉണ്ടാക്കിയത് കേവലം നായന്മാർക്ക് വേണ്ടിയിട്ടല്ല. മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കിയത് അതൊരു ഹൈന്ദവ സംഘടനയായിട്ടാണ് ഉണ്ടാക്കിയത്. ഹൈന്ദവ സംഘടനയായിട്ടാണ്. എന്തിനായിരുന്നു? നവംബർ 1 തുടങ്ങി, 1924 നവംബർ 1 തുടങ്ങി നവംബർ 12 അവസാനിക്കുന്ന സവർണജാഥ നടത്തിയത്. അന്ന് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ ദളിതന്മാർക്ക് നടക്കുവാനുള്ള അധികാരത്തിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് സവർണജാഥ നടത്തിയത്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇത് ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിധികളെ നിയന്ത്രിക്കുന്ന ഒരു ഭരണസിരാ കേന്ദ്രമായി തന്നെ ഈ പെരിനെ അങ്ങ് മാറി. അതെ, അങ്ങനെ ഒരു ധാരണ അവരിലുണ്ടായി. പിന്നീട് ഇത് പലപ്പോഴും KPCCയുടെ ഒരു സബ് സെൻ്ററായി പ്രവർത്തിക്കാൻ തുടങ്ങി. അല്ല, തങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് അതാത് കാലങ്ങളിലിരിക്കുന്ന NSSൻ്റെ മേലധ്യക്ഷന്മാർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അന്നത്തിന് വകയുണ്ടാക്കുക എന്നതിൻ്റെ താല്പര്യം മാത്രമായി NSS ചുരുങ്ങിപ്പോയി. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന അടിയെക്കുറിച്ച് നമുക്ക് ശങ്കിക്കാനുള്ള, കാരണം ഹിന്ദു ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു മതവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം സുകുമാരൻ നായർ എന്ന് പറയുന്ന ഒരു അട്ടർ വേസ്റ്റാണ്. അല്ല, ചുരുക്കത്തിലിപ്പോൾ ഉത്തരത്തിലിരുന്ന പത്മശ്രീ കിട്ടിയതുമില്ല, കഷത്തിലിരുന്ന വിശ്വാസികളുടെ പിന്തുണ പോവുകയും ചെയ്തു. ഇതാണ് സുകുമാരൻ നായരുടെ നിലവിലെ അവസ്ഥ. എന്തായാലും വിശ്വാസി സമൂഹത്തിന് അന്ന് 2018 ഇങ്ങനെ ഒരു തീരുമാനത്തിനൊപ്പം നിന്നു എന്നുള്ള ഒരു സിമ്പതാറ്റിക് വെർഷൻ ഉണ്ടായിരുന്നു NSSനോട്. പക്ഷേ അത് NSS തന്നെയാണ് കളഞ്ഞു കുളിച്ചത്. മാത്രമല്ല ഇപ്പോൾ ഈ സമീപകാലത്ത് NSSലുണ്ടായ പല പ്രശ്നങ്ങളും ഇല്ലേ, ഈ പത്മശ്രീ വിവാദത്തെ തന്നെ തുടർന്ന് അവിടെ നടന്ന പല പ്രശ്നങ്ങളിലും ഈ സുകുമാരൻ നായരുടെ ചില എടുത്തുചാട്ടങ്ങൾ NSSനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിയോജിപ്പുകൾക്കും വിഭിന്ന സ്വരങ്ങൾക്കുമൊക്കെ അവസരമുണ്ടാക്കിയിട്ടുണ്ട്.
അതെ, തീർച്ചയായും. കാരണം ഒരു കാലത്ത് ആലോചിച്ച് നോക്കണം, വിമോചന സമരം പോലെ കേരളം എങ്ങനെ ചിന്തിക്കണമെന്ന് തീരുമാനിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിനാണ് ഇപ്പോൾ ഈ നമ്മൾക്ക് പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ നമ്മൾ ശരിയായിരിക്കേണ്ട ആൾക്കാരിരിക്കാത്തിടത്ത് കയറിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന്. പിന്നെ അതിനെ കൂടുതലൊന്നും പറയണ്ട. പക്ഷേ ആ ഒരു കാര്യത്തെ പിൻപറ്റിക്കൊണ്ട് ഈ ദേവസ്വത്തെ ഇനി പിണറായിസ്വമാക്കിയാൽ കൊള്ളാമെന്ന് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർക്ക് തോന്നിയിട്ടുണ്ടാകും. കാരണം കാരണഭൂതനാണല്ലോ, അവരുടെ ദൈവമായിരുന്നല്ലോ, സ്റ്റാലിൻ്റെ ബിംബം പോലെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ നേർക്ക് നിങ്ങൾ ഈ വിരൽ ചൂണ്ടുന്നത് ഈ തെരഞ്ഞെടുപ്പുകളൊന്നും അല്ല അതിനെ നിയന്ത്രിക്കുന്നത്. ഈ ഹൈന്ദവ പ്രസ്ഥാനത്തിന് അതിൻ്റേതായ ശക്തിയുണ്ടെന്ന് കാലാകാലങ്ങൾ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ കുനിഞ്ഞു നിൽക്കുന്ന ഒരു ഹൈന്ദവ സമൂഹമല്ല. 21 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് ശക്തമായ മറുപടി കൊടുക്കുവാൻ തയ്യാറായ പ്രസ്ഥാനങ്ങൾ ഇവിടെയുള്ള. അത്തരത്തിൽ ഹിന്ദു അനാഥമൊന്നുമല്ല. നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രോജക്റ്റുകളും മറ്റു കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ പിന്നാമ്പുറത്ത് കൂടി വരുവാനുള്ള ശ്രമം നടത്തിയാൽ അതിനെ ശക്തമായി ചോദ്യം ചെയ്യപ്പെടും. തീർച്ചയായിട്ടും അതിന് ഒരു സംശയവുമില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുവാൻ പാടുള്ളതല്ല. ജനാധിപത്യപരമായി ഇവിടെ ഓരോ മനുഷ്യനും ജീവിക്കുവാനുള്ള അധികാര അവകാശമുണ്ട്. അവൻ്റെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അധികാരാവകാശമുണ്ട്. അതാണെന്ന് സുപ്രീം കോടതിയിലൂടെ മുഴങ്ങിക്കേട്ടത്. നൂറുകണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ആചാരങ്ങളെ ചോദ്യം ചെയ്യുവാനായിട്ട്, ആ ആചാരങ്ങളെ മാറ്റിമറിക്കുവാനായിട്ട് നിങ്ങളാരാണ്? ഇനി അവർക്കിടയിൽ നവോത്ഥാനം ഉണ്ടാകണമെങ്കിൽ അവർ തീരുമാനിക്കും. കേരളത്തിൽ എങ്ങനെയാണ്, ഭാരതത്തിൽ എങ്ങനെയാണ് നവോത്ഥാനം ഉണ്ടായത്? അത് മതത്തിന് അതീതമായിട്ടില്ല, വൈദിക സംസ്കൃതിയിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ടാണ് കേരളത്തിൽ നവോത്ഥാനം നടപ്പിലാക്കിയത്. ആ നവോത്ഥാനത്തിൻ്റെ മുൻനിര പോരാളികളായിരുന്നു നാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും അയ്യങ്കാളിയും ഒക്കെ. ഇവരെല്ലാവരും അവിശ്വാസികളല്ല. അവിശ്വാസികൾക്ക് ഈ നവോത്ഥാനവുമായി ഒരു ബന്ധവുമില്ല. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ധാരണകളുണ്ടെങ്കിൽ അത് പൊളിച്ചടുക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പൊതുമധ്യത്തിൽ തൊലിയുരിക്കപ്പെടും. ഇതിൽ നിങ്ങൾ ഈ നേരത്തെ ഇലക്ഷന് മുന്നേ എടുത്ത സ്റ്റാൻഡിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഇലക്ഷൻ അതീതമായി അവരുടെ ശക്തി ഇവർ കാണേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുമാത്രമല്ല, NSSന് ഇത് കൃത്യമായൊരു വാണിംഗ് ആണ്. NSSന് കൃത്യമായ അവർക്ക് കിട്ടിയ ഒരു ശിക്ഷ എന്ന് തന്നെ ഞാൻ പറയും, തക്കതായ ശിക്ഷ എന്ന് തന്നെ പറയും. കാര്യം ഈ ക്ഷേത്രപ്രവേശന കാര്യത്തിൽ അന്തിമ തീരുമാനം അതത് മതവിഭാഗങ്ങൾ തന്നെ കൈക്കൊള്ളണമെന്നായിരുന്നു NSS പറഞ്ഞിരുന്നത്. അതിനെയാണ് ഇപ്പോൾ ടോട്ടലി ഈ ദേവസ്വം ബോർഡ് എതിർത്തിരിക്കുന്നത്. എന്തിനാണ് ദേവസ്വം ബോർഡ് ഇത് ദേവസ്വം ബോർഡാണ് എതിർക്കുന്നത്, വേറെ ആരുമല്ല. അതൊന്നും ആലോചിക്കണം. അല്ല, അവർ പിണറായിസമാണ്, പിണറായിസം. അപ്പോൾ അതിനുവേണ്ടി കുട പിടിച്ച സുകുമാരൻ നായർ ഇപ്പോൾ ആ കുട മടക്കി പിടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും പെരിന്നയുടെ സമയം അത്ര നല്ലതല്ല. അടുത്ത് അവിടെ ഏതെങ്കിലും കണിയാനുണ്ടെങ്കിലോ ഒന്ന് വിളിച്ച് പ്രശ്നം വെച്ച് നോക്കിയാൽ മനസ്സിലാവും ഉടനടി എന്തെങ്കിലും പരിഹാരം അവിടെ ആവശ്യമുണ്ടോ ഇല്ലയോ. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.